ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഈവൻറ്റ് മാനേജിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അതായത് കേരളത്തിലൊരു ഈവൻറ്റ് മാനേജിങ് കമ്പനിക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ഇറക്കുന്നത് ഒന്ന് വീട് വെക്കാനാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആഡംബരമായിട്ട് നമ്മൾ വീട് വെക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കല്യാണങ്ങൾ അല്ലെങ്കിൽ പാർട്ടികൾ നടത്താൻ വേണ്ടിയിട്ട് എത്ര കാശ് മുടക്കാനും നമുക്ക് യാതൊരു മടിയില്ല എന്നുള്ളത്. അപ്പം അത് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മികച്ച രീതിയിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഈവൻറ്റ് മാനേജിങ് കമ്പനി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനി നമുക്ക് വലിയൊരു തലത്തിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. നല്ല ബ്രാൻഡിങ്ങോടുകൂടി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഈവൻറ്റ് മാനേജിങ് കമ്പനിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറയാം. അതിനുശേഷം നമുക്ക് ഈ ഈവൻറ്റ് മാനേജിങ് കമ്പനി എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് നോക്കാം. അതായത് ഒരു ഈവൻറ്റ് മാനേജിങ് കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏതൊക്കെ വഴിയിലൂടെ മാക്സിമം പബ്ലിസിറ്റി കൊണ്ടുവരാം, ആൾക്കാരുടെ ശ്രദ്ധ നേടിയെടുക്കാമെന്നാണ് ആദ്യമേ ചിന്തിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് പല തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികൾ സ്വീകരിക്കാം, നല്ല രീതിയിൽ ബ്രാൻഡിങ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പോലും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ ശ്രദ്ധ സ്വീകരിക്കാൻ പറ്റും. അത് നെഗറ്റീവായി പോകരുതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുവാൻ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ലൈസൻസുകൾ വേണമെന്ന് നോക്കുക. ലൈസൻസുകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണോ തുടങ്ങാൻ പോകുന്നത്, അവിടെ ഒരു രജിസ്ട്രേഷൻ വേണം. അതിനാദ്യമേ നിങ്ങളൊരു റൂം റെൻറ്റിനെടുത്ത് റൂം നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോഗോ തൊട്ട് അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ കളർ കോഡ്, വെബ്സൈറ്റ് എന്ന് തുടങ്ങി സകല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രീമിയം ലുക്കിൽ ഉള്ള ഒരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ കിട്ടുകയും അതുവഴി നമുക്ക് ബാർഗെയിനിങ് ഇല്ലാതെ നമ്മുടെ എമൗണ്ടുകൾ നമ്മൾ പറയുന്ന എമൗണ്ടിൽ വർക്ക് നടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മളിപ്പം ഒരു പ്രീമിയം കസ്റ്റമറിനെയാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമറിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന എമൗണ്ട് മുടക്കാൻ അവർ റെഡി ആയിരിക്കും. അതേ സ്ഥാനത്ത് നമ്മളൊരു ഏറ്റവും റേറ്റ് കുറച്ച് നമ്മളൊരു 5 കല്യാണങ്ങൾ ചെയ്യുന്നതും നല്ല ക്വാളിറ്റിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമറിൻ്റെ വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഒരു പ്രീമിയം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ നമുക്ക് ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സിനെ കിട്ടും. അതേ സ്ഥാനത്ത് ക്വാളിറ്റി കുറഞ്ഞ ഒരു കസ്റ്റമറാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ അവരുടെ കെയർ ഓഫിൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ആ ഒരു എന്താ പറയുക, ആ ഒരു ടിപ്പിക്കൽ രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ബാർഗെയിനിങ് നടക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ അതുപോലെ പ്രീമിയം ആക്കണം. നമുക്ക് നോക്കിയറിയാം, ഏത് പ്രീമിയം ബ്രാൻഡുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ആദ്യകാലത്തെങ്കിലും പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കയ്യിൽ അത്യാവശ്യം റിച്ചായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്താ പറയുക, അതുപോലുള്ള പ്രീമിയം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഐഫോൺ നമുക്ക് എടുത്ത് നോക്കിയാൽ ഇപ്പം തന്നെ ഐഫോൺ ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിലേക്ക് എത്തിത്തുടങ്ങി. പക്ഷേ ആദ്യ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ കാശുള്ളവൻ്റെ കയ്യിൽ മാത്രമുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡിനൊരു ക്വാളിറ്റി തോന്നുന്നുണ്ടായിരുന്നു. അന്നേരം നമുക്ക് ആ ബ്രാൻഡ് കയ്യിലുണ്ടെങ്കിൽ അതൊരു പവറായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. മനസ്സിലായി? അതാണ് പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡുകളുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാൻഡ് 4 പേർ അറിയണം എന്നാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അതൊരു പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡായിട്ട് മാറ്റാനുള്ള വഴികൾ നോക്കണം.
അങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സാധാരണക്കാരിലേക്കും എത്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യമേ പബ്ലിസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ബ്രാൻഡിങ് ചെയ്യുക. ബ്രാൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ലോഗോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഒരു നല്ല ക്വാളിറ്റിയിലുള്ള അതുപോലെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ലോഗോ ചെയ്യുവാണെങ്കിൽ, അതുപോലെ നമ്മുടെ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നൊരു പേരിടുവാണെങ്കിൽ ഈ ലോഗോയും പേരും പെട്ടെന്ന് അവരുടെ മെമ്മറിയിൽ അതൊരു റീഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് ആഡ് വേറൊരു സംഭവം ഇല്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം കോസ്റ്റ് ഫ്രണ്ട്ലിയാണ്, വലിയ നമുക്ക് പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് സോഷ്യൽ മീഡിയ ആഡ്സ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ്. കാരണം നമുക്ക് അറിയാം, നമ്മൾ തന്നെ ആണെങ്കിലും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നത് വരെ എത്ര നേരം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറുന്നുണ്ട്, അത് എത്ര നേരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ എത്ര നേരം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഡിസൈൻ ബ്രാൻഡിങ് വർക്കുകളും അതുപോലെ സോഷ്യൽ മീഡിയ ആഡ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്തോളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ആ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിച്ച് അവരുടെ വർക്കുകൾ നമുക്ക് വളരെ കോർഡിനേഷനോടുകൂടി ചെയ്ത് തീർത്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാരി വലിച്ച് പരസ്യം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ പരസ്യം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ആവശ്യമുള്ളവരിലേക്ക് കറക്റ്റായിട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കും, രണ്ടിരട്ടി എഫക്റ്റീവും ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എത്തിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണം. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലയെന്ന് വിചാരിക്കുക, എനിക്കിങ്ങനെ ഒരു ഓഫീസ് ജസ്റ്റ് ഒരു റൂം എടുത്തൊരു ഓഫീസ് തുടങ്ങാൻ വേണ്ടി മാത്രമേ എമൗണ്ട് എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ഉള്ളൂ. പക്ഷേ ഈ ഈവൻറ്റ് മാനേജിങ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് മാൻ പവർ ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമുക്ക് നടത്താം. അതായത് ജസ്റ്റ് ഒരു ഓഫീസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന എൻക്വയറികളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ഓഫീസ് ആവശ്യമുണ്ട്. ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് വേണം, ഒരു അഡ്രസ്സ് നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഓഫീസ് ആവശ്യമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാ പ്രോഗ്രാമുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്തയുള്ള ആൾക്കാരായിരിക്കും, ചിന്തയുള്ള കസ്റ്റമേഴ്സായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ കല്യാണം തന്നെയാണെങ്കിലും ഒരു 5 കല്യാണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 5 കല്യാണത്തിൻ്റെയും എൻക്വയറി 5 തരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 5 തരം കസ്റ്റമേഴ്സിനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ട സാധനങ്ങളെല്ലാം ആദ്യമേ വാങ്ങി വലിച്ചു കൂട്ടി വെക്കുന്നത് മണ്ടത്തരമാണ്. അത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ കസ്റ്റമറുടെ എൻക്വയറി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ എൻക്വയറിയിലുള്ള മറ്റ് ചെറുകിട കമ്പനികളുണ്ടാകും. ആ കമ്പനികൾക്ക് നമ്മൾ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് വഴി അവരുടെ സർവീസിലൂടെ അവരെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കമ്മീഷൻ ബേസിൽ നമുക്ക് ഈവൻറ്റ് കമ്പനി മുന്നോട്ട് റണ്ണ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വെന്യൂവിൽ നമ്മൾ 24 hour ഈ വർക്ക് തുടങ്ങി ഈ വർക്ക് തീരുന്ന ഈ പ്രോഗ്രാം തീരുന്ന അത്രയും സമയം നമ്മൾ ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കമ്പനികളുണ്ടാകും. ഇപ്പം സ്റ്റേജ് ഡെക്കറേഷൻ ഒരാൾ, മറ്റേ ഫുഡും ബിവറേജസ് ഒരാൾ, അതുപോലെ
എന്താ പറയുക, ക്യാമറ, വീഡിയോ വേറൊരാൾ, അങ്ങനെ പല 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 സബ് കോൺട്രാക്റ്റുകളായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകും. ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകാതിരിക്കാനും ഇവർ കസ്റ്റമേഴ്സിനോടൊരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാനും നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് എല്ലാം മേൽനോട്ടം നോക്കി നടത്തുവാൻ നമ്മളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ അവിടെ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. സാധിക്കും, പക്ഷേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പല കമ്പനികളാകുമ്പോൾ അവർ തമ്മിലൊരു മത്സരം വരും, അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമേഴ്സുമായിട്ട് ഇവർ മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇനി മുന്നോട്ട് വരുന്ന വർക്കുകൾ നമുക്ക് നേരിട്ട് കിട്ടാതെ വരും, നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് പോകും. അതുപോലെ തന്നെ ക്വാളിറ്റി, നമ്മുടെ വർക്ക് നമ്മുടെ പ്രീമിയം കസ്റ്റമറാണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം കസ്റ്റമറിന് നമ്മൾ ഹൈ എൻഡ് ലെവലിലുള്ള വർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഹൈ എൻഡ് ലെവലിലുള്ള പെർഫോമൻസാണ് നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ പോകുന്നത്. അന്നേരം എന്ത് ചെയ്യണം, അത് നമ്മൾ നേരിട്ട് നിന്ന് നടത്തി വേണം, നമ്മൾ ചെയ്യിച്ച് വേണം നമ്മളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേരാണ് പോകുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് മോശമായിട്ട് മറ്റ് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പം വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും നല്ല രീതിയിലുള്ള ഐഡൻറ്റിറ്റിയും ബ്രാൻഡിങ്ങും അതുപോലെ അഡ്വർടൈസ്മെൻറ്റും ഉണ്ടെങ്കിൽ 5 പൈസ ചിലവില്ലെങ്കിലും 5 പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും 5 പൈസ ഞാൻ പറഞ്ഞത് ഒരു ഓളത്തിൽ പറഞ്ഞാണ് കേട്ടോ, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരു ഈവൻറ്റ് മാനേജിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളോ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്ത് സംശയവും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അൺലൈക്ക് ചെയ്യുക. അൺലൈക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത അടിപൊളി ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും.